ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിരിക്കുകയാണ്. വീണ വിജയന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് 46 പേജുള്ള ഈ വിധി പ്രസ്താവം. അതെ, അതിനകത്ത് കോടതിയുടെ പരാമർശം എന്നാൽ റിറ്റ് കനോട്ട് ബി എന്റർടൈൻഡ്, റിജക്റ്റഡ് എന്നുള്ളത് മാത്രമാണ് കോടതിയുടെ കമന്റ് എന്നല്ല. അതിനകത്ത് കൂടുതൽ എല്ലാം ഇരുവശങ്ങളിലെയും പ്ലീഡിങ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും നിയമപരമായി ഈ റിട്ട് നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് ഇത് തള്ളുന്നു എന്ന് തന്നെയാണ് കോടതിയുടെ കമന്റായി അതിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ ഓടിച്ചിട്ടൊന്ന് വായിച്ചുള്ളൂ, ഞാൻ എന്റെ അവസാന ഭാഗം മാത്രമേ വായിച്ചുള്ളൂ. എന്റെ കയ്യിൽ ഇപ്പോഴാണ് ഓർഡറിന്റെ കോപ്പി കിട്ടിയത്. എക്സാലോജിക്ക് ഉന്നയിച്ച കാരണങ്ങൾ മതിയായതല്ല, അതായത് അന്വേഷണം റദ്ദാക്കുന്നതിന് ഈ കാരണങ്ങൾ, വാദങ്ങൾ നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണമുള്ളത്. ശ്രീ ഷോൺ ജോർജ്, അതെ 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 തീർച്ചയായിട്ടും SFIയുടെ അന്വേഷണം റദ്ദാക്കാൻ പറ്റിയ കാരണങ്ങളല്ല ഇവിടെ എക്സാലോജിക്ക് ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളതെന്ന് കൃത്യമായും വ്യക്തമായും ആ റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്, ജഡ്ജ്മെന്റിൽ കാണിച്ചിട്ടുണ്ട്. ഒപ്പം ഇത്തരത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്, രാജ്യത്തിന് തന്നെ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്. അതായത് ഇതിന്റെ ഗൗരവം എന്താണെന്ന് പൂർണ്ണ തോതിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതിയുടെ വിധിന്യായം വരുന്നത്. ഒപ്പം പൊതു താല്പര്യമുണ്ടെന്ന് കൂടി കോടതി കണ്ടെത്തിയിരിക്കുകയാണ്, താങ്കൾ വാദിച്ചിരുന്നത് പോലെ. തീർച്ചയായിട്ടും ഇതിന് ഏറെ രാഷ്ട്രീയ പ്രസക്തിയും അതുപോലെ തന്നെ പൊതുപ്രസക്തിയുമുള്ള ഒരു വിഷയമാണ്. ഇത് രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടല്ല, അതിലുപരി സംസ്ഥാനത്തിന്റെ ഒരു സ്വത്ത് കൊള്ള ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ പൊതു താല്പര്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത്, വ്യക്തി താല്പര്യത്തിനപ്പുറത്ത് തീർച്ചയായിട്ടും ഇതിന്റെ പൊതു താല്പര്യം ഏറെ പ്രസക്തമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതായത് വെറും ഒരു അന്വേഷണമല്ല ഇനി SFIO നടത്താൻ പോകുന്നത്, ഇതിന്റെ പൊതു താല്പര്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായിട്ടും കാരണം നമ്മുടെ SFIയുടെ ഈ വിഷയത്തിൽ മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. അത് ആരിലേക്കൊക്കെ പോയി, ഈ പണം ആരൊക്കെ കൈപ്പറ്റിയെന്ന് SFI അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് വളരെ ഊർജത്തോടുകൂടി മുമ്പോട്ട് പോകാൻ ഒരു അന്വേഷണ ഏജൻസിക്ക് കിട്ടുന്ന ഒരു ഊർജം കൂടിയാണ് തീർച്ചയായിട്ടും ഈ ഉത്തരവ്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ഓടിച്ചു വായിച്ചെങ്കിൽ പോലും അതിൽ പറയുന്നതിൽ താങ്കൾക്ക് മറ്റു പ്രസക്തമാണെന്ന് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിൽ അന്വേഷണം തടസ്സപ്പെടുത്താനാകില്ല, അല്ലെങ്കിൽ വീണയുടെ വാദങ്ങൾ പൂർണ്ണമായും നിലനിൽക്കുന്നതല്ല എന്ന സുപ്രധാന നിരീക്ഷണമുണ്ട്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പൊതു താല്പര്യമുണ്ട് ഇതിൽ എന്ന വിഷയമുണ്ട്. അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? ഒന്നുമില്ല ഇതിനകത്ത്. SFIയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ ഹർജി കൊടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ അധികാരങ്ങൾ SFIക്ക് നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം അതേപടി നിലനിൽക്കുന്നുണ്ട്. ഈ ഉത്തരവിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലീഫ് വീണയ്ക്കും എക്സാലോജി കമ്പനിക്കും ഉത്തരവിൽ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പ്രാഥമികമായി നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇനി ഒരു ലൂപ്പ് ഹോളും ഇല്ല എന്ന് തന്നെ അല്ലേ? അടുത്ത സ്വാഭാവികമാണല്ലോ, അടുത്ത അപ്പീൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും അടുത്ത കോടതിയെ സമീപിക്കാം. പക്ഷേ രാഷ്ട്രീയ മര്യാദ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് എത്ര മോശകരമാണ് എന്ന് സമൂഹം ചിന്തിക്കട്ടെ. ശരി, വളരെയധികം നന്ദി ഷോൺ ജോർജ് പ്രതികരിച്ചതിന്.